അങ്ങനെ നമ്മുടെ നെവിൻ കപ്രീഷ്യസ് സ്വന്തം ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കൂളായിട്ട് ഒരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് സ്വന്തം ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ബിഗ് ബോസിൻ്റെ വിളി വരുന്നത്, ആ പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് പോകാം എന്നുള്ള ആ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുള്ളിക്ക് അങ്ങോട്ട് വലിയ ടെൻഷൻ ഉള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല. കാരണം ഓരോ സോങ്സിൻ്റെ മൂളിപ്പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടാണ് ഓരോ ഡ്രസ്സുകളും ഇങ്ങനെ ഭംഗിയായിട്ട് മടക്കി വെക്കുന്നുണ്ട്. അത് ആദ്യം വന്ന ഡ്രസ്സ് പാക്ക് ചെയ്യാനായിട്ട് വന്നപ്പോൾ ഇട്ടിരുന്നത് വേറൊരു ഡ്രസ്സായിരുന്നു. അതൊക്കെ പോയി ചേഞ്ച് ചെയ്തിട്ട് ഈ ബ്ലാക്ക് കളറിലുള്ള ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ്, ഇനാഗുറേഷനൊക്കെ പോകുമ്പോൾ ആൾക്കാരിടുന്ന പോലുള്ള ഒരു ഡ്രസ്സ്, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇടുന്ന കണക്കുള്ള ഒരു ഡ്രസ്സാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ബ്ലാക്ക് ഷർട്ട്, അതുപോലെ ബ്ലാക്ക് പാൻറ്റ്, അതൊക്കെ ഇട്ടിട്ട് നമ്മുടെ മൈക്കൊക്കെ എടുത്തിട്ട് വളരെ കൂളായിട്ടാണ് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുന്നത്. ഏത് നിമിഷവും താൻ ഇവിടുന്ന് പുറത്താക്കപ്പെടാം, തന്നോട് പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് പോകാൻ പറയും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടെന്നോണം നേരത്തെ എല്ലാം പെട്ടിയും കിടക്കയെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെവിൻ. നെവിൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു. ആവശ്യമില്ലാതെ ഒരാളിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നതാണ് നെവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു ടാസ്കിൽ ഒരാളോട് വിരോധം തോന്നിയിട്ട് ആ ആളിനോടൊരു ചെറിയ പിണക്കം കാണിക്കുന്നു, അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ ആ പിണക്കം മാറ്റുന്നു, അതൊക്കെ കോമൺ ആണ്. പക്ഷേ ഇത് നെവിൻ വന്ന അന്ന് മുതൽ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അയാളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണ ദേഷ്യമുള്ള മനുഷ്യർക്ക് ആർക്കായാലും പെട്ടെന്ന് ദേഷ്യം ഉണ്ടായിട്ട് അവർ പ്രതികരിക്കും. അങ്ങനെ 2 ദിവസമായിട്ട് നെവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഷാനവാസ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് ഷാനവാസുമായിട്ടുള്ള പ്രശ്നമാണ്. ഷാനവാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറേ ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും, ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് വന്നപ്പോൾ അതിന് പ്രതികരിച്ചു. ആ പ്രശ്നത്തിനകത്താണ് ഇപ്പം നെവിൻ പുറത്തേക്ക് പോകുന്നത്.